friends, welcome to another episode of Dialogue. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് സെൽഫ് കെയർ. വാട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് കെയർ ഇൻ അവർ ലൈഫ്. ഇപ്പോൾ നമ്മൾ കൂടുതലും സെൽഫ് കെയറിനെ കുറിച്ച് സെർച്ച് ചെയ്യാൻ നേരത്ത് കിട്ടുന്നതാണ് സ്കിൻ കെയർ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സലൂണിൽ പോയി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, ഫേഷ്യൽ ചെയ്യുക. ഇതൊക്കെ ഒരു സെൽഫ് കെയറിൻ്റെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് സെൽഫ് കെയർ എന്ന് പറയാം. പക്ഷേ ആക്ച്വൽ സെൽഫ് കെയറിലേക്ക് വരാൻ നേരത്ത് നമ്മൾ കുറേ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അതൊക്കെയാണ് നമുക്കിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ്. ഇമ്പോർട്ടൻ്റ് ഒരു സെൽഫ് കെയറിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നതാണ് നമ്മളായിട്ട് തന്നെ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോഴാണ് നമ്മളൊരു ആക്ച്വൽ സെൽഫ് കെയറിങ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ പല ഫാമിലിയിലും ഉള്ളതാണ്. ഇപ്പോൾ നമ്മളുടെ അച്ഛനായാലും അമ്മയായാലും എല്ലാവരും പറയും, അയ്യോ നിന്നെ കൊണ്ടൊന്നും കൊള്ളില്ല, നീ ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, നീ എന്ത് ചെയ്താലും പ്രശ്നമാണ്. അങ്ങനെ ഇങ്ങനെ കുറേ നമ്മളുടെ സറൗണ്ടിങ്സിലുള്ള കുറേ ആൾക്കാർ അങ്ങനെ സംസാരിക്കാറുണ്ട്. പക്ഷേ അതൊന്നും ആക്ച്വലി നമ്മളെ അഫക്റ്റ് ചെയ്യത്തില്ല. എന്നാൽ അത് അഫക്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് തന്നെ പറയാൻ തുടങ്ങുന്നു, നിന്നെ കൊള്ളില്ല, നിന്നെ കാണാൻ കൊള്ളില്ല, അല്ലെങ്കിൽ നിന്നെ കൊണ്ടൊന്നും സാധിക്കുന്നില്ല. അതൊക്കെ നമ്മളോട് പറയുമ്പോഴാണ് അത് ആക്ച്വൽ ആ ഒരു ഡൗൺ സൈഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. ഫസ്റ്റ് ടോപ്പിക്കാണ് ഫിസിയോളജിക്കൽ നീഡ്സ് മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയാൻ നേരത്ത് വരുന്നതാണ്, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ എൻവയോൺമെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ലൈഫിലാണെങ്കിൽ നമുക്ക് ജോലിയുടേതായ പല തിരക്കുകളും ഉണ്ടാവും. അവിടെ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. നമ്മൾ കുറച്ച് സമയം നമ്മൾ നന്നായി ഉറങ്ങാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, നമ്മളെപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കുക. ഇതൊക്കെ നമുക്ക് കൊടുക്കുന്ന സെൽഫ് കെയർ ആണ് അവിടെ. നെക്സ്റ്റ് ടോപ്പിക്കാണ് സേഫ്റ്റി എന്ന് പറയുന്നത്. സേഫ്റ്റി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മീറ്റ് ചെയ്യുക എന്നതല്ല പറയുന്നത്. ഇപ്പം നമ്മളുടെ സറൗണ്ടിങ്സിലുള്ള ആൾക്കാർ എപ്പോഴും ഒരു സേഫ് ആയിട്ടുള്ള പീപ്പിളായിട്ട് നമ്മൾ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. ഇപ്പോൾ ചില റിലേഷൻഷിപ്സ് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആവും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് ബ്രേക്ക് ചെയ്ത് പോവുക. അത് നമുക്ക് കൊടുക്കുന്ന സെൽഫ് കെയറിൻ്റെ ഒരു പാർട്ടാണത്. പിന്നെ നെക്സ്റ്റ് വണ്ണാണ് നമ്മളിപ്പോൾ സേഫ്റ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള തിങ്സ് നമ്മുടെ ലൈഫിലേക്ക് ആഡ് ചെയ്യുക. അതിൻ്റെ അകത്തൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് മണി. നമ്മളിപ്പോൾ എന്ത് കാര്യത്തിന് എന്ത് ചെയ്യണമെങ്കിലും അതിൻ്റെ ബേസിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ മണി തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു എമർജൻസി ഫണ്ട് എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഇൻഡിപെൻഡൻ്റായി ജീവിക്കാൻ ശ്രമിക്കുക. ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ജോലി ചെയ്തു അല്ലെങ്കിൽ സാലറി വേറെ ഒരാളെ ഏൽപ്പിക്കുക, അതൊരിക്കലും ഒരു ഇൻഡിപെൻഡൻ്റ് അല്ല. നമ്മൾ തന്നെ മണി മാനേജ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മളൊരു ഇൻഡിപെൻഡൻ്റ് ആവുന്നത്. സോ ഇതൊക്കെ ഒരു സേഫ്റ്റിയുടെ ഭാഗമാണ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ലവ് ആൻഡ് ബിലോങ്ങിങ്സ്. നമ്മൾ ആൾക്കാരായി കണക്ട് ചെയ്യുക, നമ്മളുടെ ഫ്രണ്ട്സിനെ കണ്ടെത്തുക. ഇപ്പോൾ എല്ലാവരുമായിട്ട് നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ ക്യാരക്ടറിന് പറ്റിയ, അല്ലെങ്കിൽ നമ്മൾക്ക് ഓക്കെ ആവുന്ന ചില ആൾക്കാരായിട്ട് മാത്രമേ നമുക്കൊരു ബോണ്ട് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ചില ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരായിട്ട് നമ്മൾ സംസാരിച്ച് കഴിയുന്നിടത്ത് നമുക്കൊരു ഡിമോട്ടിവേഷൻ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ നമ്മളുടെ ക്യാരക്ടർ എന്തോ ചേഞ്ച് ആവുന്ന മാതിരി ഫീൽ ചെയ്യും. സോ അങ്ങനത്തെ റിലേഷൻഷിപ്പൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ടോപ്പിക്കാണ് നമുക്ക് വേണ്ടി ടൈം കുറച്ച് സ്പെൻഡ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് നമ്മളുടെ വാല്യുബിൾ ടൈം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഇപ്പോൾ മോർണിംഗ് റൂട്ടീൻ അല്ലെങ്കിൽ ഒരു നൈറ്റ് റൂട്ടീൻ, ഏതെങ്കിലും ഒരു ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 5 o'clock അല്ലെങ്കിൽ ഒരു 6 o'clockലൊക്കെയാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ അതിനകത്തൊരു 1 hour നമുക്ക് വേണ്ടിയിട്ട് ചിലവാക്കുക. അതിൻ്റെ ആയിട്ട് വരുന്നതാണ് ഇപ്പോൾ നമുക്ക് എക്സസൈസ് ചെയ്യാം, അല്ലെങ്കിൽ യോഗ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു സ്കിൻ കെയർ ചെയ്യാം. സോ ഈ ടൈമൊക്കെ നമുക്കായിട്ട് മാത്രം കൊടുക്കുക. നെക്സ്റ്റ് ടോപ്പിക്കാണ് ടേക്കിംഗ് യു ഔട്ട്. ഇപ്പോൾ നമ്മൾ കണ്ണടച്ചിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ മിസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവില്ലേ, അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു കാര്യത്തിന് നമ്മളായിട്ട് തന്നെ പോവുക. സോ അതിൻ്റെ അകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ലേബിൾസ് കീപ്പ് ചെയ്ത് പോകാതിരിക്കുക. ഇപ്പോൾ നമ്മളുടെ ഒരു വൈഫ് എന്ന് പറയുന്ന ലേബിൾ ഉണ്ടാവും, ഒരു മദർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡോട്ടർ ഉണ്ടാവും. സോ ഇങ്ങനത്തെ പല ലേബിൾസ് നമ്മുടെ തലയിലുണ്ടാവും. ഇതെല്ലാം നമ്മൾ കുറച്ച് സമയത്തേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കായിട്ട് നമ്മളെ എങ്ങോട്ടേലും കൊണ്ടുപോവുക. അല്ലെങ്കിൽ ഇപ്പോൾ ഔട്ട് സൈഡ് പോകണമെങ്കിൽ നമ്മൾ ഔട്ട് സൈഡ് കുറച്ച് ടൈം പോയി സ്പെൻഡ് ചെയ്യുക. സോ അതും ഒരു സെൽഫ് കെയറിൻ്റെ പാർട്ടാണ്. പ്ലാൻ എഹെഡ്. ഇപ്പോൾ നമ്മൾ എല്ലാം നേരത്തെ കുറച്ച് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്ച്വലി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ടൈമിൽ അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ വരുന്ന സ്ട്രെസ് നമുക്ക് കുറയ്ക്കാം. സോ സെൽഫ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വാസ്റ്റ് ടോപ്പിക്കാണ്. ഞാൻ നിങ്ങളായിട്ട് ഇതിനകത്ത് കുറച്ച് പോയിന്റ്സ് മാത്രം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്.
നമ്മൾ എന്ന് നമ്മൾ സെൽഫ് കെയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമോ അന്ന് നമ്മൾ നമ്മുടെ കംഫർട്ട് സോൺ വിട്ട് ചിന്തിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു സൂൺ.